Hi students, so once again I welcome all of you on behalf of Riju and PSK online classes. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബോർസിൻ്റെ റേഡിയസ് കാൽക്കുലേഷനെ കുറിച്ചിട്ടാണ്. തീർച്ചയായും നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാനൊരു പ്രോബ്ലം തന്നിരുന്നു. ഓക്കെ, റിമെമ്പർ ദാറ്റ്. അപ്പോൾ എല്ലാവരും അത് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ആ പ്രോബ്ലം സോൾവ് ചെയ്യണം. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ റേഡിയസുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഹെഡ് വിത്ത് ദാറ്റ്. നോക്കൂ, നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് എത്താം. അപ്പോൾ പ്രോബ്ലത്തിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോർഡിൽ കണ്ട അതേ പ്രോബ്ലം അല്ല ഇപ്പോൾ ബോർഡിൽ കാണുന്നത്, അല്ലേ? നിങ്ങൾ നോക്കൂ, എന്താണ് ഇവിടെ ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. നോക്കാം എന്താണെന്ന്. ലെറ്റ്സ് റീഡ്. കാൽക്കുലേറ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓർബിറ്റ് ഓഫ്. അത്രയും പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷെ പിന്നീട് ഞാൻ എഴുതിയിരിക്കുന്നത് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. ഇത് തെറ്റാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം എന്ന് എഴുതി എനിക്കൊരിക്കലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം, ബോറിൻ്റെ ഡ്രോബാക്ക് ആണത്, ഇസ്ന്റ് ഇറ്റ്? എന്താണ് ബോറിൻ്റെ ആ ഡ്രോബാക്ക് എന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ബോർ മോഡൽ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ വൺ ഇലക്ട്രോൺ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഞാൻ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം എന്ന് എഴുതിയാൽ ഹൈഡ്രജൻ്റെ കേസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് 1 ഇലക്ട്രോൺ ആണ്. എന്നാൽ ഹീലിയം 1 ഇലക്ട്രോൺ അല്ലല്ലോ, അതൊരു 2 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊരിക്കലും ഹീലിയത്തിന് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമ്മൾ അതുകൊണ്ട് തിരുത്തി ഇതിന് ഞാൻ എന്തെന്നാക്കി, ഹീലിയം പ്ലസ്. സോ റിമെമ്പർ, നോക്കൂ, ഞാൻ വരുത്തിയ മാറ്റം അവിടെ ഹീലിയം എന്നല്ല ഞാൻ എഴുതിയത്, പകരം എന്താണ് എഴുതിയത്, ഹീലിയം പ്ലസ് എന്നാണ് എഴുതിയത്. അതുപോലെ അടുത്ത് നമുക്കൊരിക്കലും എഴുതാൻ പറ്റില്ല ലിഥിയം എന്ന്. ബട്ട് what we need right there, we need right there as നമുക്കറിയാം, we have 3 electrons in lithium, isn't it? So we need to remove 2 electron from that. അപ്പോൾ ആ 2 ഇലക്ട്രോൺ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് വരുന്നതായിരിക്കും, it will be 2 plus. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നത്. അതിൽ നിങ്ങൾ ഹൈഡ്രജൻ കണ്ടെത്തിയിട്ടുണ്ട്, isn't it? So let's go ahead with this. നോക്കൂ എല്ലാവരും. അപ്പം നമുക്കറിയാം, നമ്മൾ പഠിച്ച ഇക്വേഷൻ അതിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ ആങ്സ്ട്രത്തിൻ്റെ പേരിലാണ്. ഓക്കെ, സോ ആങ്സ്ട്രം. അപ്പോൾ ആ ഒരു ഇക്വേഷൻ മാത്രമേ ഞാൻ ബോർഡിൽ ആദ്യം എഴുതുന്നുള്ളൂ. ഓൾ ഓഫ് യു പ്ലീസ് മൈൻഡ് ഹിയർ. സി, ജസ്റ്റ് ഐ എം റൈറ്റിംഗ് റേഡിയസ് ഓഫ് nth ഓർബിറ്റ്, radius of nth orbit of an atom, isn't it? It's equals 0.529 into n square divided by z. n square by z, this will be in angstrom. കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. So what we have, this is in angstrom, and you remember this is the equation what we require to solve this problem. Okay, and here instead of 0.529, if you want you can write R0, that doesn't matter. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ കേസിലേക്ക് വരാം. ആദ്യം നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് സംസാരിക്കാം. So let's start with hydrogen, isn't it? So in case of hydrogen, you know that, so we have a hydrogen, and what is its Z value? Z value equals 1. Similarly, for helium or helium plus, Z value is 2. So let me write there, for helium we have Z value 2. Okay, and next helium or helium plus, ആരോ ആയിക്കോട്ടെ, ഹീലിയം ആയിക്കോട്ടെ, ഹീലിയം പ്ലസ് ആയിക്കോട്ടെ, രണ്ടുപേരുടെ അറ്റോമിക് നമ്പർ എന്ത് തന്നെയാണ് കുട്ടികളെ, 2 ആണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, ഒരിക്കലും നമ്മൾ ഇസഡിൽ വാല്യൂയിൽ ഒരിക്കലും മാറ്റം വരില്ല, isn't it? കാരണം ഇസഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. നമ്മൾ ആരെ റിമൂവ് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രോൺ മാത്രം റിമൂവ് ചെയ്യുന്നത്. സിമിലർലി ലിഥിയം 2 plus. സോ വാട്ട് അബൌട്ട് ലിഥിയം 2 plus? ട്രൈ ടു സീ ദാറ്റ്. ഫോർ ലിഥിയം 2 plus, Z is equal to 3. ഓക്കെ, അപ്പോൾ ഓരോ ആൾക്കാരുടെയും ഇസഡ് വാല്യൂ നമുക്കറിയാം. നമുക്ക് ആദ്യം ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് കാണാം. ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് എല്ലാ ആൾക്കാരെയും. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു ആദ്യം R1 ഓഫ് ഹൈഡ്രജൻ. നോക്കൂ, ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ്, റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ. Similarly, I can write here radius of first orbit of
helium plus. Similarly, I can write here R1 of lithium 2 plus. ഇതാണ് നമ്മൾ കാണുന്നത്, isn't it? അൾട്ടിമേറ്റ് ഇക്വേഷൻ ഞാൻ അവിടെ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എഴുതാം. സോ R1H is equal to 0.529 into, ഇത് എല്ലായിടവും കോമൺ ആണ്. ഈ 0.529 എല്ലായിടവും കോമൺ ആണ്. ഓക്കെ all of you. ബാക്കി മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമുക്കറിയാം നമ്മൾ എഴുതിയിരിക്കുന്നത് n സ്ക്വയർ ബൈ ഇസഡ് എന്നാണ്. n എന്ന് പറഞ്ഞാൽ ഏത് ഷെല്ലെന്നാണ് അവർ ചോദിക്കുന്നത്. സോ ഏത് ഷെല്ല്? നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഫസ്റ്റ് ഷെല്ലിനെ കുറിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഹിയർ വി ഹാവ് 1 സ്ക്വയർ ആൻഡ് ഡിവൈഡഡ് ബൈ 1. 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1. ആൻഡ് ഹിയർ ലെറ്റ് സീ ടു ദാറ്റ്. ഇവിടെയും നമ്മൾ ആൻസർ നമുക്ക് നോക്കാം. വിൽ ബി ഗെറ്റിംഗ് 0.529 into 1 square by 2. See, we got everything is same other than this atomic number. Similarly, last one you can see that we'll be getting 0.529 into 1 square by 3. ഇതാണ് അവരുടെ റേഡിയസ് കാണാനുള്ള എക്സ്പ്രഷൻ, isn't it? അപ്പോൾ ആരുടെ റേഡിയസ് ആണ് വലുത്? നിങ്ങൾ പറയൂ, ഹൈഡ്രജൻ്റെ റേഡിയസ് ആണോ, അതോ ഹീലിയത്തിൻ്റെ റേഡിയസ് ആണോ, അതോ നമ്മുടെ ലിഥിയത്തിൻ്റെ റേഡിയസ് ആണോ? സീ ടു ദാറ്റ്. നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ അറിയാം, ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 1 സ്ക്വയർ ബൈ 1 എന്നാണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് വാല്യൂ. ഓൾ ഓഫ് യു പ്ലീസ് സീ ടു ദാറ്റ്. യു വിൽ ബി ഗെറ്റിംഗ് 0.529 ആങ്സ്ട്രോം. അപ്പോൾ ഇയാളുടെ വാല്യൂ നമുക്കറിയാം, ഇറ്റ്സ് 0.529 ആങ്സ്ട്രോം. Similarly, അടുത്തയാളുടെ വാല്യൂ, so what is the value of this? This will be 0.529 divided by 2. നോക്കൂ നിങ്ങൾ, ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസിൻ്റെ പകുതിയേ ഉള്ളൂ ആരുടെ റേഡിയസ്? ഹീലിയത്തിൻ്റെ റേഡിയസ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കാണാം, വിൽ ബി ഹാവിങ് 0.529 divided by 3 ആങ്സ്ട്രോം. ഇവിടെയും നമ്മളെ വാല്യൂ ആങ്സ്ട്രത്തിൽ തന്നെയാണ്, ഇവിടെയും നമ്മളെ വാല്യൂ ആങ്സ്ട്രത്തിൽ തന്നെയാണ്. നോക്കൂ, നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് പറയുക, ഇതിൽ ആരാണ് വലുത്? ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഓർബിറ്റാണ് വലുത്. അത് കഴിഞ്ഞ് മാത്രമേ ആര് വരുന്നുള്ളൂ? ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം പ്ലസ് വരുന്നുള്ളൂ, isn't it? അപ്പം നമ്മൾ ഓർക്കേണ്ടത്, അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ചിട്ട് ആ പർട്ടിക്കുലർ ഷെല്ലിൻ്റെ എന്ത് ചെയ്യുന്നു? റേഡിയസ് കുറയുകയാണ് ചെയ്യുന്നത്, isn't it? So what we can write, നോക്കൂ എല്ലാവരും, I can just write there R1 of hydrogen is greater than R1 of helium plus is greater than, what is next? R1 of lithium 2 plus, isn't it? R1 of hydrogen is greater than R1 of helium plus greater than R1 of lithium 2 plus. Now you may ask, sir, what is the ratio of these atoms? അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. So just let me write, then I can write here R1 of hydrogen is 2, R1 of helium plus is 2, R1 of lithium 2 plus will be, എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? നമുക്ക് ഈ വാല്യൂസ് എല്ലാം എടുക്കാം. ഈ വാല്യൂസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവിടെ എല്ലാം 0.529 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് വേണ്ട, ബാക്കി മാത്രം മതി. അങ്ങനെ നമുക്ക് എഴുതാം, ആദ്യത്തത് 1/1 is 2. What is next? 1/2. Next 1/3. See why I took this value? എന്തുകൊണ്ടാണ് ഞാൻ ആ വാല്യൂസ് എടുത്തത്? നിങ്ങൾ നോക്കൂ, ഈ 0.529 ഇവിടെ ഉണ്ട്, അപ്പുറത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും 0.529 ഉണ്ട്, സിമിലർലി ഇവിടെയും 0.529 ഉണ്ട്. ആകെ ഇതിൽ വ്യത്യാസം വരുന്നത് എന്താണ്? സി ദിസ് 1, സിമിലർലി ഇയർ 2, സിമിലർലി ഇയർ 3. ഇതാണ് അവിടുത്തെ വ്യത്യാസം വന്നത്, അതാണ് നമ്മൾ എഴുതി വച്ചിരിക്കുന്നത്. സോ R1 ഓഫ് ഹൈഡ്രജൻ ഈസ് 2, R1 of helium is 2, R1 of lithium 2 plus. You can see that you will be getting the value. So what will be the value you will be getting finally? Can you tell me all of you? You will be getting 6:3:2. So what's the value? Tell me all of you. 6:3:2. Okay all of you. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് ആരാണ്? ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ആരാണ്? ഓരോ ഹൈഡ്രജൻ്റെതും അതുപോലെ ഹീലിയം പ്ലസിൻ്റെതും അതുപോലെ ആരുടേതുമാണ്? ലിഥിയം 2 പ്ലസിൻ്റെതുമാണ്.
isn't it? Now let's go ahead with the second orbit. എങ്ങനെയാണ് second orbit ലൊക്കെ നമുക്ക് നോക്കാം. So let's talk about second orbit. See, when we are talking about second orbit, first of all we have a hydrogen again, and next we have helium plus, next we have lithium 2 plus. Lithium 2 plus, isn't it? Again നമുക്ക് R2 കാണാം. So what is R2 of hydrogen? Isn't it? R2 of hydrogen, I can write there 0.529 into what comes n square by z. ഇവിടെ n സ്ക്വയറിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ ഫസ്റ്റ് ഷെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്തത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് സെക്കൻഡ് ഷെല്ലിനെ കുറിച്ചിട്ടാണ്. സോ വി ഹാവ് 2 square divided by 1. Similarly, when we talk about helium plus, I can write R2 of helium plus. R2 of helium plus is equal to 0.529 into 2 square divided by 2. Similarly, R2 of lithium 2 plus. What is R2 of lithium 2 plus? You can see that you will be getting 0.529, okay, into what comes there 2 square by 3. കുട്ടികളെ, നമുക്ക് നേരത്തെ കിട്ടിയ റേഷ്യോ ഏതാണ്? നോക്കൂ, നേരത്തെ നമ്മൾ എഴുതിയിരുന്നു R1 of hydrogen is to, നേരത്തെ നമ്മൾ എഴുതി നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. സോ വാട്ട് വി റോട്ട് ദെയർ, R1 of hydrogen is to, R1 of helium is to, R1 of lithium 2 plus equals 6:3:2. നമുക്കത് സെക്കൻഡിൻ്റെ കേസിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സോ വെനെവർ വി ആർ ടോക്കിംഗ് വിത്ത് ദിസ്, ലെറ്റ് സി വാട്ട് അബൌട്ട് ദ വാല്യൂസ്. നമുക്ക് നോക്കാം. ഈ കേസിൽ നമുക്കറിയാം ഇവിടെ ഇത്രയും വാല്യൂസ് നോക്കൂ, 0.529, 2 സ്ക്വയർ, അതും എന്ത് തന്നെയാണ്, അപ്പുറത്തും ഉണ്ട്. സോ ആ വാല്യൂസ് ഇത്രയും കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ഇതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് ആകെ വേരിയിങ് വരുന്ന ആരൊക്കെയാണ്? ഇവിടെ ഡിനോമിനേറ്ററിൽ 1, ഇവിടെ ഡിനോമിനേറ്ററിൽ 2, അവിടെ ഡിനോമിനേറ്ററിൽ 3. സോ വാട്ട് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ദെയർ, സീ ടു ദാറ്റ് R2 of hydrogen, isn't it? It's greater than R2 of helium plus greater than R2 of lithium 2 plus. Now again, if we think about the ratio, students, please try to see that. If we think about the ratio, I can write R2 of hydrogen is to R2 of helium plus is to R2 of lithium 2 plus. What is this value? ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? നോക്കൂ, നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ 1, ഡിനോമിനേറ്ററിൽ 2, ഡിനോമിനേറ്ററിൽ 3. So I can write again 1/1 is to 1/2 is to 1/3, isn't it? Ultimately, you can see that you get the ratio 6:3:2. See to that? See, we have got the ratio 6:3:2. See to that? So here you can see that, sorry. So here you can see that. നോക്കൂ കുട്ടികളെ, നമ്മുടെ വാല്യൂ ഇവിടെ 6:3:2 ആണ്. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വാല്യൂ കൊണ്ട് കമ്പയർ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ വാല്യൂ എന്ത് തന്നെയാണ്? 6:3:2 ആണ്. അപ്പോൾ ഏത് ആറ്റം, ഏത് ഷെല്ല് നിങ്ങൾ എടുത്തോളൂ, ആ ഷെല്ലിൽ ഏറ്റവും കൂടുതൽ റേഡിയസ് ഉണ്ടാകുന്ന ആർക്കാണ്? ഹൈഡ്രജനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലി നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതി വയ്ക്കാം. സോ വാട്ട് ഈസ് ദറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഓൾ ഓഫ് യു ലിസൺ. സോ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വി ആർ ജസ്റ്റ് റൈറ്റിംഗ് ഹിയർ. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. Rn of hydrogen is Rn of helium plus is to Rn of lithium 2 plus. അത് ഫസ്റ്റ് ഷെൽ ആയിക്കോട്ടെ, സെക്കൻഡ് ഷെൽ ആയിക്കോട്ടെ, തേർഡ് ഷെൽ ആയിക്കോട്ടെ, യു ക്യാൻ സീ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ 6:3:2. നോക്കൂ, നമുക്കറിയാം ഈ വാല്യൂ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്. സോ ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. സോ ഫ്രം വെയർ വി ഗോട്ട് ദിസ് വാല്യൂ, കഴിഞ്ഞ 2 ബോർഡുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ വാല്യൂ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇസന്റ് ഇറ്റ്?
കഴിഞ്ഞ 2 ബോർഡുകളിൽ നിങ്ങൾ നോക്കിക്കൊള്ളാം. സോ നമുക്കിവിടെ കിട്ടിയ വാല്യൂ ഫസ്റ്റ് ഓർബിറ്റ് 6:3:2. നെക്സ്റ്റ് അടുത്ത ബോർഡിൽ നമുക്ക് കിട്ടിയ 6:3:2. സോ വാട്ട് വി ഹാവ് ഇൻ ദ ലാസ്റ്റ് ബോർഡ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ എഴുതി വെച്ചു. ഓക്കെ, സോ ഏതൊരു റേഡിയസ് നിങ്ങൾ ഫസ്റ്റ് ഓർബിറ്റ് പറയുന്നു, സെക്കൻഡ് ഓർബിറ്റ് പറയുന്നു, തേർഡ് ഓർബിറ്റ് പറയുന്നു, ഏത് ഓർബിറ്റ് നിങ്ങൾ എടുത്താലും ഏറ്റവും കൂടുതൽ റേഡിയസ് ഉള്ളത് ഹൈഡ്രജൻ ആയിരിക്കും. അത് കഴിഞ്ഞ് ഹീലിയത്തിന്, അത് കഴിഞ്ഞ് ആർക്കായിരിക്കും ലിഥിയം 2+. ഓക്കെ ലഫ്യം, അതാണ് നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനിയും നമ്മൾ തിരിച്ച് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് തന്നെ വരികയാണ്. ഓൾ ഓഫ് യു സീ ടു ദാറ്റ്. ലെറ്റ്സ് കം ബാക്ക് ടു അവർ പ്രോബ്ലം. അവർ പ്രോബ്ലം ഈസ് നോട്ട് ഓവർ സ്റ്റിൽ. നമ്മൾ ഒരു പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. തീർച്ചയായും നിങ്ങൾ ആ പ്രോപ്പർട്ടി ഓർക്കുന്നുണ്ടാവും. എന്താണ് ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, സീ ടു ദാറ്റ് Rn of hydrogen is to Rn of helium plus is to Rn of lithium 2+ is 6:3:2. ഇനി നമുക്ക് അപ്പുറത്തേക്ക് വേറെ ആറ്റംസിന് എടുക്കാം, പക്ഷെ അതിൻ്റെ കാര്യം നമുക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുട്ടികളെ ലെറ്റ്സ് സീ യുവർ പ്രോബ്ലം. ഫസ്റ്റ് ഓർബിറ്റ് we have calculated here. Second orbit we have calculated on the next board, but once again I am doing the same here. See to that, R2 of hydrogen. What's the value of R2 of hydrogen? 0.529 into 2 square by 1. Okay, so you will be getting the value. Similarly, R3 of hydrogen, you can see that R3 of hydrogen 0.529 into 3 square by 1. 3 square by 1. സി, നമ്മളിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി പഠിക്കാൻ പോവുകയാണ്. എന്താണ് നോക്കാം. നമുക്ക് ഇവരുടെ എല്ലാവരുടെയും R1 നോക്കിയാൽ, സി R1 ആയിക്കോട്ടെ, R2 ആയിക്കോട്ടെ, ഇൻ ഓൾ ദീസ് കേസസ് നിങ്ങൾക്കറിയാം ഈ 0.529 കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് എഴുതാം. ഇവരുടെ ആ ഒരു വ്യത്യാസം എത്രയാണെന്ന് നമുക്ക് നോക്കാം. സീ ടു ദാറ്റ്. നോക്കൂ, ആദ്യത്തെ കേസ് ഞാൻ എഴുതുകയാണ് R1 ഓഫ് ഹൈഡ്രജൻ. See, R1 of hydrogen is to R2 of hydrogen is to R3 of hydrogen. Isn't it? R common, 0.529 common ആണ്. അതുപോലെ ഡിനോമിനേറ്ററിലുള്ള 1 കോമൺ ആണ്. അപ്പം നമുക്ക് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ അത് മാത്രം എടുത്താൽ മതി. അപ്പം ഞാൻ എഴുതുന്നു this equal to 1 square is to 2 square is to 3 square. So which is equal to R1 of hydrogen is to R2 of hydrogen is to R3 of hydrogen. This will be equals 1 is to 4 is to 9. 1 is to 4 is to 9. And this is not only in the case of hydrogen only. Hydrogen കേസിൽ മാത്രമല്ല മക്കൾ എങ്ങനെ വരിക. നമ്മളിപ്പോൾ ഹീലിയത്തെ കുറിച്ച് പറയുകയാണെങ്കിലും ഐ വിൽ ഷോ ദാറ്റ്. ഹീലിയത്തെ കുറിച്ച് പറയുകയാണെങ്കിലും ദ സെയിം സിനാരിയോ വിൽ കം. ലിഥിയം 2+നെ കുറിച്ച് പറഞ്ഞാലും അങ്ങനെ തന്നെ വരിക. അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ സേ വൺ തിങ്. ഐ വിൽ ഡു വൺ മോർ തിങ് ഹിയർ. വി ഹാവ് R3 എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ റൈറ്റ് ഹിയർ R4 ഓഫ് ഹൈഡ്രജൻ is to R5 of hydrogen. Can you help me? What will be the answer here? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എഴുതാം. നോക്കൂ, ആദ്യത്തത് 1 സ്ക്വയർ, നെക്സ്റ്റ് 2 സ്ക്വയർ, നെക്സ്റ്റ് 3 സ്ക്വയർ, നെക്സ്റ്റ് 4 സ്ക്വയർ, നെക്സ്റ്റ് 5 സ്ക്വയർ. This will be the answer. Okay, so what do you get? R1 of isn't it? So what we have, tell me all of you. R1 of hydrogen is to R2 of hydrogen is to R3 of hydrogen, isn't it? ഇങ്ങനെ R5 എടുക്കുമ്പോൾ നമുക്കറിയാം. നോക്കൂ, ഇങ്ങനെയാണ് വാല്യൂസ് പോകുന്നത്. ഇത് ഹൈഡ്രജൻ്റെ കേസിൽ മാത്രമല്ല കുട്ടികളെ. ഇഫ് യു സോൾവ് വിത്ത് ഹീലിയം പ്ലസ്, ഐ എം നോട്ട് ഗോയിങ് ടു സോൾവ് നൗ, യു വിൽ സോൾവ് ദാറ്റ്. ഓക്കെ, ഇഫ് യു സോൾവ് ഇൻ ദ കേസ് ഓഫ് ലിഥിയം 2+, അവിടെയും നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കും. നോക്കൂ, നമ്മൾ ഒന്നാമത്തെ ആളുടെ റേഡിയസിനെ അപേക്ഷിച്ച് 3 മടങ്ങാണ് അടുത്തയാൾ കൂടുതലും. Isn't it? അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അടുത്ത 4ഉം 9ഉം തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ 9ഉം 16ഉം തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് യു ക്യാൻ സീ ദറ്റ് 7 ആണ്. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരുടെയും ഡിഫറൻസ് നോക്കുക. R1ഉം R2ഉം തമ്മിലുള്ള
സി R1-ഉം R2-ഉം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കറിയാം 4-ഉം 1-ഉം ലെറ്റ്സ് സേ ദാറ്റ് ഓൾമോസ്റ്റ് 3 ടൈംസ്. സിമിലർലി R2-ഉം R3-യും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 ടൈംസ്. സിമിലർലി R3-യും R5-ഉം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 7 ടൈംസ്. R4-ഉം R5-ഉം തമ്മിലുള്ള വ്യത്യാസം 9 ടൈംസ്. മീൻസ് ദൂരേക്ക് പോകുന്തോറും റേഡിയസ് എന്ത് ചെയ്യാണ്, കൂടുന്നു മാത്രമല്ല കുറച്ച് കൂടുതലായി കൂടുന്നുണ്ട്. ഇസ്ന്റ് ഇറ്റ്? നോക്കാം നമുക്ക്. സി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന റേഷ്യോ എല്ലാവരും കാണുക. നോക്കൂ, ആദ്യത്തെ ആളുടെ ഡിഫറൻസ്, ആദ്യത്തെ രണ്ടുപേര് തമ്മിലുള്ള ഡിഫറൻസ് 3 ടൈംസേ ഉള്ളൂ. എന്നാൽ അടുത്ത രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 ടൈംസ് ആണ്. അപ്പോൾ ദൂരേക്ക് പോകുന്തോറും സൈസ് കൂടുന്നു മാത്രമല്ല അവരുടെ റേഡിയസുകൾ തമ്മിലുള്ള ഡിഫറൻസ് കൂടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോഴെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് അടുത്ത ബോർഡിൽ എഴുതാം. നോക്കൂ കുട്ടികളെ, ഞാൻ എഴുതിയ ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എത്തുന്നു. ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. സി R1 ഓഫ് എനി ആറ്റം, not only hydrogen, if you think about helium, if you think about lithium 2+, so you can write R1 is 2, R2 is 2, R3 is 2, R4 is 2, R5. ഏത് ആറ്റവും ആയിക്കോട്ടെ, ഡസൻ മാറ്റർ. അത് ഹൈഡ്രജൻ ആകാം, അതല്ല ഹീലിയം ആകാം, അതല്ലെങ്കിൽ ലിഥിയം ആകാം. ഏതാണെങ്കിലും നമ്മളുടെ റേഷ്യോ നിങ്ങൾക്കറിയാം. വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്: 1:2, 4:2, 9:2, 16:25. ആൻഡ് ഇഫ് യു ഗെറ്റ് ദ നെക്സ്റ്റ്, തീർച്ചയായും നമുക്കറിയാം, നമുക്ക് അടുത്തതാണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് എഴുതാം എന്താണ്? 36. ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ കേസിൽ ഓൾ ഓഫ് യു പ്ലീസ് സീ ടു ദാറ്റ്. ഇവിടെ നമുക്കറിയാം ഇവർ തമ്മിലുള്ള വ്യത്യാസം ഡെഫിനറ്റ്ലി 3, ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇറ്റ്സ് 5, and here you can see that the difference is 7 and the next difference is 9, isn't it? So which difference is more? You can see that R5 minus R4 is more. So I can write it here: R2 minus R1. Difference in radius between second and first is less than difference in radius between third and second is less than difference in radius between fourth and third is less than R5 minus R4. Please think about this. അപ്പോൾ ഇവിടെ ഒരു കഥയുണ്ട്. നോക്കൂ, ഞാനൊരു ആറ്റം വരയ്ക്കുകയാണ്. അപ്പോൾ ആറ്റം വരയ്ക്കുമ്പോൾ ശരിക്കും ഞാൻ ഏത് രീതിയിലാണ് വരയ്ക്കേണ്ടത്? നോക്കൂ, നിങ്ങൾക്ക് 2 രീതി ഞാൻ ബോർഡിൽ കാണിക്കാം. നിങ്ങൾ തന്നെ പറയൂ ഇതിലേതാണ് അക്സെപ്റ്റബിൾ എന്നുള്ളത്. ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? ഐ വിൽ ഡ്രോപ്പ് ബോത്ത് ദ ഡ്രോയിങ്സ് ഓൺ ബോർഡ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ പറയുക ഇതിലേതാണ് ശരിക്കും കറക്റ്റ് ആറ്റത്തിൻ്റെ സൈസായിട്ട് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 ഡ്രോയിങ് വരച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും നോക്കുക. ഫസ്റ്റ് ഡ്രോയിങ് ഇതാണ്, സെക്കൻഡ് ഡ്രോയിങ് ഇതാണ്. ഇവിടുത്തെ പ്രത്യേകത എല്ലാവരും നോക്കുക. ദൂരേക്ക് പോകുന്തോറും ആറ്റംസ് എന്ത് ചെയ്യാണ്? ദൂരേക്ക് പോകുന്തോറും ഷെൽസിൻ്റെ ആ ദൂരം, ഷെൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദൂരേക്ക് പോകുന്തോറും ഷെൽസ് തമ്മിലുള്ള ഡിഫറൻസ് കൂടി വരികയാണ്. വിച്ച് ഈസ് ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആറ്റം? ഈസ് ഇറ്റ് ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ? യു കമൻറ്റ് യുവർ ആൻസർ. ഓക്കെ ഓൾ ഓഫ് യു, സോ ദാറ്റ് ഐ കൻ അണ്ടർസ്റ്റാൻഡ് യു. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി അടുത്ത സെഷൻ ഞാൻ തുടങ്ങുന്നത് ഈ ആൻസർ വെച്ചിട്ടായിരിക്കും. ഓക്കെ ഓൾ ഓഫ് യു.